ഇന്ന് നമുക്ക് അപ്പോൾ അനിമോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നോക്കാം. മറൈൻ അക്വേറിയത്തിലൊരു അറ്റൻഷൻ തന്നെയാണ് അനിമോണി. ചില മറൈൻ ഹോബിസ്റ്റുകളെ ഈ ഒരു ഹോബിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം ഈ അനിമോണിയും ക്ലോൺ ഫിഷും കൂടിയിട്ടായിരിക്കും. ഇന്ന് നമ്മളപ്പോൾ അനിമോണിനെ കുറിച്ച് പറയുമ്പോൾ ക്ലോൺ ഫിഷിനെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോണിയും ക്ലോൺ ഫിഷും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധം തന്നെയുണ്ട്. ക്ലോൺ ഫിഷ് അനിമോണിനെ ഒരു ഷെൽട്ടറായിട്ടാണ് കാണുന്നത്, അഥവാ ഒരു വീട് പോലെയൊക്കെയാണ് ഈ അനിമോണിനെ ക്ലോൺ ഫിഷ് കാണുന്നത്. അതുപോലെ തന്നെ ഈ അനിമോണി ഉള്ള ചെളികൾ കാര്യങ്ങളെല്ലാം ക്ലോൺ ഫിഷ് ക്ലീൻ ആക്കുകയും അതുപോലെ തന്നെ ഈ അനിമോണിക്ക് ഫീഡും ചില ടൈമിൽ കൊടുക്കാറുണ്ട് ക്ലോൺ ഫിഷ്. ഈ അനിമോണിയിൽ ഒരു ടോക്സിൻ അടങ്ങിയിട്ടുള്ള കാരണം മറ്റുള്ള ഫിഷുകളൊന്നും ഈ അനിമോണിയുടെ അടുത്തേക്ക് പോകാറില്ല. പക്ഷേ ഈ ക്ലോൺ ഫിഷിൻ്റെ ബോഡിയിൽ തട്ടുമ്പോൾ ക്ലോൺ ഫിഷിന് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ വേറൊരു ഫിഷ് ഇപ്പോൾ അനിമോണിൻ്റെ ഉള്ളിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ ടെൻഡക്കിളിലുള്ള ടോക്സിൻ വഴി ഈ ഫിഷിനെ നല്ല ടൈറ്റായിട്ട് മുറുക്കി പിടിക്കുകയും അവയുള്ള ടോക്സിൻ ഈ ഫിഷിൻ്റെ മേൽ തട്ടിയിട്ട് ഈ ഫിഷ് ഓൾറെഡി പാരലൈസ് ആവുകയും ആ ഫിഷിനെ അനിമോണി കഴിക്കാറാണ് ചെയ്യാറ്. അപ്പം നമ്മളൊക്കെ ഈ ഒരു മറൈൻ അക്വേറിയത്തിലെ അനിമോണിനെ കാണുമ്പോൾ ഒരു ചെടി പോലെയാണ് എല്ലാവരും വിചാരിക്കുക, പക്ഷേ ഇതൊരു ജീവിയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു അനിമോണിനെ വളർത്തുന്നുണ്ടെങ്കിൽ പാരാമീറ്റർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളൊരു അനിമോണിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിന് ശേഷം ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ അനിമോണിനും ഞാൻ കെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനും പറയുന്നത്. ഒരു അനിമോണിനെ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 6 മന്തിന് ശേഷം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി അനിമോണിനെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെയുള്ള അനിമോണിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുമായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലോങ് ടെൻഡക്കിൾ അനിമോണിയനൊക്കെയും പെട്ടെന്ന് തന്നെ ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ബെറ്റർ. കുറച്ച് ഹാർഡി ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുമ്പോൾ കാർപ്പറ്റ് അനിമോണിയാണ്, അതുപോലെ തന്നെ ബബിൾ ടിപ്പ് അനിമോണി. അപ്പോൾ ഇവയിൽ കാർപ്പറ്റ് അനിമോണിയാണ് ഞാൻ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഹാർഡി ആയിട്ടുള്ള കാർപ്പറ്റ് അനിമോണി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അനിമോണി വൈറ്റ് കാർപ്പറ്റ് അനിമോണിയാണ്. അപ്പോൾ ഇത് വളരെ കാലം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് തരുന്നൊരു അനിമോണി തന്നെയാണ് ഈ കാർപ്പറ്റ് അനിമോണി. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാൻഡിസ്റ്റർ ഫിൽറ്റർ, അതുപോലെ തന്നെ ഹാങ് ഓൺ ഫിൽറ്റർ, പവർ ഹെഡ് ഇവയിലൊക്കെ അനിമോണി പെടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫിൽറ്റർ അനിമോണിനെ സെറ്റ് ചെയ്യുമ്പോൾ പരമാവധി ഈ ഫിൽറ്ററുകളെല്ലാം തന്നെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ചില ടൈമിൽ നമ്മളിപ്പോൾ അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ ക്ലോൺ ഫിഷ് അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നില്ല. അങ്ങനെ ഇപ്പോൾ അനിമോണിയുടെ അടുത്ത് പോകുന്നില്ലെങ്കിൽ ക്ലോൺ ഫിഷിനെ പിടിച്ചിട്ട് അനിമോണിയുടെ അടുത്ത് റിലീസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ചെയ്യുന്ന പ്രവൃത്തി ഒരു ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ അവ തമ്മിൽ ഇങ്ങനെ പെയറാവും. അതല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പെയറാവും. നമ്മളപ്പോൾ അതിനൊരു പാനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അനിമോണിനെ വളർത്തുമ്പോൾ ടാങ്കിൽ പാരാമീറ്റർ വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അനിമോണിനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കിൽ 20% വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോണി വളരെയധികം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ 1 ഇയറിന് നമുക്ക് വാട്ടർ ചേഞ്ച് കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, വെള്ളം ഇങ്ങനെ വറ്റിപ്പോകുന്നതനുസരിച്ച് ജസ്റ്റ് വെള്ളം മാത്രം ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റില്ല. അനിമോണി വളരെയധികം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമ്മൾ വീക്കിൽ 20% വാട്ടർ ചേഞ്ച് എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് അനിമോണിയുടെ ഫീഡിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ അനിമോണിക്ക് നമുക്ക് ഫ്രോസൺ മൈസസ് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസ് ഇല്ലേ, ചെമ്മീൻ, അവ ചെറിയൊരു കഷ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ വീക്കിലി ഒരു 3 ഡേയ്സും കൂടുമ്പോൾ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ടാങ്കിൽ വീഴുന്ന ഫിഷ് ഫുഡ് അവ ഒക്കെ കഴിച്ചിട്ടാണ് ഈ അനിമോണി ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടാങ്ക് നല്ലപോലെ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം മാത്രം അനിമോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ പോയിട്ട് ക്ലോൺ ഫിഷ്
പിന്നെ വാങ്ങിക്കുന്നതോട് കൂടി തന്നെ അനിമോണിനെ വാങ്ങിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ടാങ്ക് നല്ല പോലെ എസ്റ്റാബ്ലിഷ് ആയി നമ്മുടെ എല്ലാ നൈട്രേറ്റ് എല്ലാ കാര്യങ്ങളും ഒരുവിധം ലെവലിൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഡൗട്ടാണ്, ഇപ്പോൾ ഒരു ക്ലോൺ ഫിഷിനെ വളർത്തുമ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അനിമോണിനെ വേണം, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ 2 ക്ലോൺ ഫിഷിനെ വളർത്തുന്ന സമയത്ത് അനിമോണി നിർബന്ധമില്ല ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ. ഇനി നമുക്ക് അനിമോണിനെ ബ്രീഡിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ചില അനിമോണിയങ്ങൾ എഗ്ഗ് അഥവാ സ്പേം വെള്ളത്തിൽ ഇട്ടിട്ട് അവ കൂടിച്ചേർന്നിട്ടാണ് ഒരു അനിമോണി ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ചില ടൈമിൽ ഈ അനിമോണി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്ലിറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ അക്വേറിയത്തിൽ ഇപ്പോൾ അനിമോണി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രീഡ് ചെയ്യാം. അതായത് ഇപ്പോൾ അനിമോണിയുടെ ആ മൗത്ത് കാണുന്നില്ലേ, അതായത് ഇങ്ങനെ അനിമോണിയുടെ സെൻറ്ററിൽ ഒരു മൗത്ത് ഉണ്ടാവും റൗണ്ട്. അപ്പോൾ അവ രണ്ടും ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവ രണ്ടും സ്പ്ലിറ്റായിട്ട് വേറെ അനിമോണി ആയിരിക്കും. അപ്പോൾ വരും വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു അനിമോണിനെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ ഒരു അനിമോണിനെ ബ്രീഡ് ചെയ്യിക്കാൻ വളരെ ഈസി ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഒരു ചെറിയ അനിമോണിനെ വാങ്ങിച്ച് നമുക്ക് ബ്രീഡ് ചെയ്യാന്ന് വെച്ചെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നോക്കുകയാണ് നമ്മുടെ അനിമോണിയുടെ ലൈഫ് സ്പാൻ നോക്കുകയാണെന്ന് വെച്ചാൽ അനിമോണി 50 വർഷം വരെയൊക്കെ ജീവിക്കുന്ന അനിമോണികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് മുതൽ 2 ഫീറ്റ് വരെയുള്ള അനിമോണിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു അനിമോണിനെ വാങ്ങുന്നുണ്ടെങ്കിൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കാർപ്പറ്റ് അനിമോണി ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഗ്രീൻ കാർപ്പറ്റ് അനിമോണി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെൻട്രൽ കാണുന്നൊരു ഭാഗം ഇതിൻ്റെ വായയാണ്. ഇപ്പോൾ ഈ വായയിൽ കൂടിയാണ് നമ്മൾ ഫീഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഫ്രോസൺ മൈസസ് അതുപോലെ തന്നെ ചെമ്മീൻ ഇവ അതിൻ്റെ വായിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വീക്കിലി 3 ഡേയ്സ് കൂടുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാക്സിമം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കാർപ്പറ്റ് അനിമോണിനെ വളർത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ ഒരു അനിമോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനിമോണി എല്ലാ ടൈമിലും അവിടെ തന്നെ ഇരിക്കില്ല. ചില ടൈമിൽ അനിമോണി വളരെ സ്ട്രെസ് ആവുകയും ആ ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന സ്പോട്ടിലേക്ക് ചിലപ്പോൾ മൂവ് ചെയ്യും. അപ്പം അനിമോണിക്ക് ലൈറ്റ് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു അനിമോണിയും ക്ലോൺ ഫിഷ് വളർത്തുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മറൈൻ ലൈറ്റ് അങ്ങനെ വേണമെന്നൊന്നുമില്ല. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ് വാങ്ങിച്ച് വെക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ബ്രൈറ്റുള്ള ഒരു ബ്ലൂവും വൈറ്റും കൂടിയൊരു ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി അക്വേറിയത്തിലേക്ക്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ക്ലോൺ ഫിഷും അനിമോണും ഞാൻ ബിഗിനർ ആണെന്ന രീതിയിൽ ഫസ്റ്റ് ടൈമിൽ സെറ്റ് ചെയ്ത അക്വേറിയമാണിത്. ഇതിൽ ഞാൻ മറൈൻ സാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു ടൈമിൽ ബിഗിനർ ആയിരുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രീനിൽ മിഡിൽ കാണുന്നത് ലോങ് ടെൻഡക്കിൾ അനിമോണിയും താഴെ കാണുന്നത് ഗ്രീൻ ബബിൾ ടിപ്പ് അനിമോണിയും അതുപോലെ തന്നെ ബാക്കിൽ കാണുന്നതാണ് മിനി കാർപ്പറ്റ് അനിമോണി. ഇപ്പോൾ ഈ 3 കാർപ്പറ്റ് അനിമോണി ഞാൻ ചെറിയൊരു ക്യൂബ് അക്വേറിയത്തിലാണ് ഞാൻ വളർത്തിയിരുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ കോറൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഞാൻ വലിയ അക്വേറിയത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ അക്വേറിയം ആദ്യം തന്നെ തുടങ്ങാൻ ശ്രദ്ധിക്കുക. ചെറിയൊരു അക്വേറിയം തുടങ്ങി പിന്നെ നമ്മൾക്കത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അപ്പോൾ പൈസ കാര്യങ്ങൾ കൂടുതലാകും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള അക്വേറിയം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലോൺ ഫിഷ് എന്ത് റിലാക്സ് ആയിട്ടാണ് ഇതിൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു അനിമോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ റിലാക്സ് ആയിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ ഒരു ക്ലോൺ ഫിഷിൻ്റെ അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും.